ഹായ്, ഫസ്റ്റ് ടൈമാണ് വീഡിയോ ഇടുന്നത്. എന്തെങ്കിലും ചെറിയ തെറ്റ് വന്നെങ്കിൽ ക്ഷമിക്കുക. ഞാൻ പറയുന്നത് നമ്മുടെ സഞ്ജുവിനെ കുറിച്ചാണ്, നമ്മളുടെ എല്ലാ മലയാളികളുടെ അഹങ്കാരമായ സഞ്ജുവിനെ കുറിച്ച്. നാളെ കാര്യവട്ടം സ്റ്റേഡിയത്തിൽ ആ പാവം കളിക്കാൻ ഇറങ്ങിയ, സത്യം പറഞ്ഞാൽ ടോട്ടൽ മൊത്തം 5-20-20 അതിൽ 4-20-20 ആശാൻ തിളങ്ങിയില്ല. അതിന് കാരണം ചെറുതായിട്ടൊന്ന് ഓർത്താൽ നമ്മൾ തന്നെ അല്ലേ. കാര്യം അവൻ സ്റ്റേഡിയത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സാണ് അവന് കൊടുക്കുന്നത്. സഞ്ജു 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 6 അടിക്കുക, 4 അടിക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രെസ്സുകൾ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ബാറ്ററിനെ പെർഫോം ചെയ്യാൻ അത്രയ്ക്ക് ടെൻഷനായിരിക്കും. മനസ്സിലായി, ഞാൻ ഔട്ടാവില്ല ആ ഒരു മനസ്സിലൊരു ഫീലിങ്ങും കാര്യങ്ങളും വരും. ഇനി നാളെ ലാസ്റ്റ് 20-20 കാര്യവട്ടം സ്റ്റേഡിയത്തിലാണ് കളിക്കുന്നത്, അവൻ്റെ സ്വന്തം ഹോം ഗ്രൗണ്ട്. അവിടെയെങ്കിലും സഞ്ജു വരുമ്പോൾ നമ്മൾ ആ ഒരു ആവേശം, എനിക്ക് അറിയാം മലയാളികളുടെ ഒരു ആവേശം എന്താണെന്ന്. ചെറുതായിട്ട് കൊടുക്കും, ഹായ് സഞ്ജു സൂപ്പർ, ഹായ് സഞ്ജു സഞ്ജു മതി. അവൻ പോട്ടെ, അവൻ പോയി കളിക്കട്ടെ, കളിച്ചൊരു സെഞ്ചുറി എടുക്കട്ടെ. നമ്മളെ മലയാളി അടുത്ത ഒരു വേൾഡ് കപ്പ് 2020 കളിക്കുന്നത് നമുക്കൊരു അഭിമാനമല്ലേ. നമ്മൾ ഓവറായിട്ട് സ്ട്രെസ്, സഞ്ജു അതടിക്കുക, ഇതടിക്കുക, 6 അടിക്കുക, 4 അടിക്കുക, അത്രയും സ്ട്രെസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവന് ആ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളാണ് അവന് സഹായിച്ചു കൊടുക്കുക. നമ്മൾ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊന്നും കൊടുക്കാതെ വരവേൽക്കുക. അവൻ പോട്ടെ, സമാധാനമായി കളിക്കട്ടെ, നാളെ ഒരു സെഞ്ചുറി അടിക്കട്ടെ നമ്മളെ ചേർക്കാൻ. അതിനുവേണ്ടി എല്ലാ മലയാളികളും, എൻ്റെ സുഹൃത്തായ എല്ലാ മലയാളികളും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ആ സ്റ്റേഡിയത്തിലിരിക്കുന്ന എത്ര പേര് ടിക്കറ്റ് എടുത്തു എന്നറിയില്ല, എന്തായാലും സ്റ്റേഡിയം ഫുള്ളാണ്. സഞ്ജുവിനെ കാണാനുള്ള ആവേശത്തിലാണ് കംപ്ലീറ്റ് വരും. അപ്പോൾ ആ സ്റ്റേഡിയത്തിൽ ഇരിക്കുന്നവർ ദയവ് ചെയ്ത് സഞ്ജുവിന് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും കൊടുക്കരുത്. അവൻ ശാന്തമായി കളിക്കട്ടെ, കളിച്ച് അവൻ നമ്മുടെ ടീമിനെ അവൻ്റെ ഒരു സെഞ്ചുറിയോടെ നല്ല രീതിയിൽ വിജയിപ്പിക്കട്ടെ എന്നാണ് ഒരാഗ്രഹം. അടുത്ത 2020 വേൾഡ് കപ്പിൽ നമ്മുടെ സഞ്ജു വേണം, മലയാളികളുടെ അഭിമാനമായി അവൻ എന്നും വേണം ടീമിൽ. പ്ലീസ്, നിങ്ങളാണ് അവനെ സഹായിക്കേണ്ടത്. ഓക്കെ, ബൈ.